മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്ന സന്ദേശവുമായി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ഉജ്ജ്വലമായ തുടക്കം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയന് രക്തപതാക കൈമാറിക്കൊണ്ട് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാലി മുഹമ്മദ് ചേരുന്നു ഇപ്പോൾ കാസർഗോഡ് നിന്ന്. സാലി, 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും അതാത് ജില്ലകളുടെ ജീവൽ പ്രശ്നങ്ങൾ കാതലായി ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു സമഗ്രമായ യാത്ര, അതിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. വിവിധ നേതാക്കൾ പങ്കെടുത്തു, പ്രസംഗിച്ചു. മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, അങ്ങേയറ്റം ആവേശം മുറ്റിനിന്ന അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ വടക്കേയറ്റത്തെ മണ്ഡലമായ മഞ്ചേശ്വരത്തിന്റെ ഭാഗമായ ഉപ്പളയിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് രക്തപതാക കൈമാറിക്കൊണ്ടാണ് ജാഥയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയായി. ഒപ്പം മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തൻ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രധാന നേതാക്കളും ഈ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു. ഇപ്പോൾ ഉദ്ഘാടനം പൂർത്തിയായി, ഉപ്പളയിലെ സ്വീകരണവും പൂർത്തിയാക്കി. ഇപ്പോൾ പിണറായി വിജയൻ കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഉദ്ഘാടന സ്വീകരണ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ കാസർഗോഡും ആയിരക്കണക്കിന് പ്രവർത്തകർ, വലിയ ജനസഞ്ചയം തന്നെ ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സ്വീകരിക്കാൻ എത്തിയിരുന്നു. ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കും BJPക്കും UDFനും കോൺഗ്രസിനും ഒക്കെ എതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് പ്രകാശ് കാരാട്ട് നടത്തിയത്. BJP അഴിമതി രക്ഷാ മാർച്ചായി മാറിയെന്ന് കാരാട്ട് പറഞ്ഞു. കേന്ദ്ര ഭരണത്തിന് തണലിൽ കേരളത്തിനും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. ചില സാമുദായിക സംഘടനകളെ ഇതിന് കൂട്ടുപിടിക്കുകയാണ് RSS എന്ന ആക്ഷേപവും കാരാട്ട് നടത്തി. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും പ്രസംഗിച്ചു. ഈ ജാഥ LDFന് കേരളത്തിൽ അധികാരത്തിൽ തുടരാനുള്ള പശ്ചാത്തലമൊരുക്കും എന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ല എന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ജാഥയ്ക്ക് എല്ലാ പിന്തുണയും എല്ലാ വിഭാഗം ജനങ്ങളും നൽകണമെന്നും VS ആഹ്വാനം ചെയ്തു. തുടർന്ന് പ്രസംഗിച്ച ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയനും കേരളത്തിന്റെ സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വികസന വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായ പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയത്. പിണറായി വിജയന് ജാഥ ക്യാപ്റ്റന് വിപുലമായ സ്വീകരണവും ഒരുക്കിയിരുന്നു. ഒപ്പം ആദ്യകാല നേതാക്കൾക്കും രക്തസാക്ഷികളെയും ആദരിക്കുന്ന ചടങ്ങും ഈ സ്വീകരണ കേന്ദ്രങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യകാല നേതാക്കളെയും രക്തസാക്ഷി കുടുംബങ്ങളെയും ചാളനയിച്ചും രക്തപതാകയും പുതപ്പിച്ചും ഒക്കെ ആദരിക്കുകയായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് സ്വീകരണം വലിയ ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. അരുൺ, സാലി, ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ് ജാഥയുടെ നിലവിലെ? അരുൺ, ഇന്ന് ഈ സ്വീകരണത്തോടുകൂടി ആദ്യ ദിവസത്തെ പരിപാടികൾ സമാപിക്കും. നാളെയാണ് കാസർഗോഡ് ജില്ലയിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ, ഇന്ന് ഉദ്ഘാടനം നടന്ന ഉൾപ്പെടെ, അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലുമാണ് ഇന്ന് സ്വീകരണം നടന്നത്. നാളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ 3 സ്വീകരണ കേന്ദ്രങ്ങളുണ്ട്. അത് രാവിലെ 10-ന് ചട്ടഞ്ചാലിലും, 3-ന് കാഞ്ഞങ്ങാടും, 4-ന് കാലിക്കടവിലും ആ സ്വീകരണങ്ങൾ നടക്കും. അതോടുകൂടി കാസർഗോഡ് ജില്ലയിലെ സ്വീകരണങ്ങൾ പൂർത്തിയാവും. തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് നാളെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതോടുകൂടി നാളത്തെ സ്വീകരണ പരിപാടികൾ പൂർത്തിയാകും. തുടർന്ന് 2 ദിവസത്തിൽ കണ്ണൂരും, തുടർന്ന് 1 മാസത്തോളം കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കും. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഉമ്മൻചാണ്ടി സർക്കാർ അടിമുടി അഴിമതിയിൽ മുങ്ങിയെന്നും വർഗീയതയോട് സന്ധിയില്ലെന്നും നവകേരള മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലാവ്ലിൻ കേസിലെ ഉപഹർജി ഉമ്മൻചാണ്ടിയുടെ പരാജയഭീതി മൂലമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അക്കൗണ്ട് തുറക്കുമെന്ന പ്രഖ്യാപനം BJPയുടെ വ്യാമോഹമാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. BJPയുടെ കൊലപാതക രാഷ്ട്രീയത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് VS അച്യുതാനന്ദൻ. UDF ഭരണത്തിൽ സമസ്ത മേഖലകളിലും കേരളം തകർന്നടിഞ്ഞെന്നും കേരളത്തിന്റെ പുനർനിർമ്മാണം അനിവാര്യമാണെന്നും ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. Begins. The slogans that have been raised through this Nava Kerala March is extremely relevant and significant in the situation that is being faced today in Kerala and the rest of the country. We have seen nearly 5 years of the UDF government's rule here in this state. And in these nearly 5 years of the rule of the Ummanchandi government, we have seen Kerala going backwards, not forward. ഈ കേരളം ഒരു കാലത്ത്
പേരുകേട്ട കള്ളന്മാർ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ്. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി, മുളമൂട്ടിൽ അടിമ. ഇവരെ ഇപ്പോഴത്തെ മന്ത്രിമാരെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരൊക്കെ എത്ര നിസ്സാരന്മാരാണ്. അവരെങ്ങാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമായിരുന്നു. പൂടിക്കഴകൻ പ്രയോഗം അതിലേർപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ലാവ്ലിൻ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഈ ജാഥയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട അത് ജനങ്ങളിൽ ചർച്ചാ വിഷയമാകാതിരിക്കണം. CPIM ഇടതുപക്ഷവും ആവിഷ്കരിക്കുന്ന രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങൾ ചർച്ചാ വിഷയമാകാതിരിക്കണം. അവരുടെ അഴിമതി ജനങ്ങളിൽ ചർച്ചാ വിഷയമാകാതിരിക്കണം. AKG പഠന ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന അജണ്ട അത് കേരളത്തിലെ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചർച്ചാ വിഷയമാകാതിരിക്കാനാണ് ചർച്ച വീണ്ടും ലാവ്ലിൻ വിഷയത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ 2 കൊല്ലം 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ്. 65 രാജ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ടൂർ ചെയ്ത് കഴിഞ്ഞിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. പാത്ത് അവിടെ ഇവിടെയുമായിട്ട് ഇപ്പോൾ നടക്കുകയാണ്. ജനങ്ങൾ ഇതെല്ലാം ചോദിച്ചേക്കുമെന്നുള്ള നിലയിൽ ഇങ്ങനെ കബളിപ്പിക്കലിൻ്റെ വഞ്ചനയുടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ ഇപ്പോൾ തുടരുന്നത്. ഈ ഗവൺമെൻറ്റും 1.5 കൊല്ലത്തെ ഭരണത്തിനിടയിൽ തന്നെ അവരുടെ ചതിയും വഞ്ചനാപരമായ സമീപനവുമെല്ലാം തന്നെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവർക്കും ഏറിയ കാലം ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഭരണത്തിൽ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു മാറ്റം അനിർവരീയമാണ്. അത് ഇന്ത്യയുടെ തെക്കേയറ്റമായ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറിക്കൊണ്ട് ഒരു ദേശീയാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ആ മാറ്റം ഒന്നിനു പുറകെ ഒന്നായ മാറ്റം ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾക്ക് രാജ്യം ഭരിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും അസൂയ ഉളവാക്കിയ ഒരു സംസ്ഥാനമാണ്. ചില മേഖലയിൽ അത്ര വലിയ പുരോഗതി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലകൾ ഇപ്പോൾ പരിശോധിച്ചാൽ അതിലും വലിയ തകർച്ച വന്നിരിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് പറ്റും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ലോകപ്രശസ്തമായ രംഗങ്ങളാണ്. ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള സ്ഥിതി പരിശോധിച്ചാൽ ഈ രംഗങ്ങളിലെല്ലാം വലിയ തോതിലുള്ള പിറകോട്ട് പോക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ലാവ്ലിൻ കേസിൽ സർക്കാരിന്റെ ഉപഹർജിയിൽ ഉടൻ വാദം കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. ഫെബ്രുവരി അവസാന വാരം വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. അതേസമയം കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. ലാവ്ലിൻ കേസിൽ ആരോപണ വിധേയരെ കുറ്റവിമുക്തരാക്കിയ തിരുവനന്തപുരം CBI കോടതി വിധിക്കെതിരെയുള്ള റിവിഷൻ ഹർജികളിൽ ഉടൻ വാദം കേട്ട് വിധി പറയണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിരുന്നത്. ഉപഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ വാദിച്ചു. തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയാണ് സർക്കാരിന്റെ ഉപഹർജിയെന്നും മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരൻ കോടതിയെ ബോധിപ്പിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് തുടങ്ങവേ രാഷ്ട്രീയ പ്രേരിതമായാണ് DGP T ആസഫ് അലി സമർപ്പിച്ച ഉപഹർജിയെന്നും അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. എന്നാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ കേസായതിനാൽ ഹർജിയിൽ ഉടൻ വാദം കേൾക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. 2 വർഷം സർക്കാർ എവിടെയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ വർഷങ്ങൾ പഴക്കമുള്ള നിരവധി കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനാൽ അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കാനാവില്ലെന്നും ഫെബ്രുവരി അവസാന വാരം ഉപഹർജി പരിഗണിക്കാമെന്നും ജസ്റ്റിസ് P ഉബൈദ് അറിയിക്കുകയായിരുന്നു. CBIയുടെ റിവിഷൻ ഹർജിയിൽ സർക്കാരിന് കക്ഷി ചേരാനും കോടതി അനുമതി നൽകി. അതേസമയം ലാവ്ലിൻ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള TP നന്ദകുമാറിന്റെയും EMS സാംസ്കാരിക വേദിയുടെയും ഹർജികൾ കോടതി തള്ളി.
കേസിൽ റിവിഷൻ ഹർജി പരിഗണനയിലിരിക്കെ തുടരന്വേഷണത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡും സംയുക്തമായുള്ള ഓൺലൈൻ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് സംവിധാനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉപഭോക്താക്കൾക്കായുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം SBT മാനേജിംഗ് ഡയറക്ടർ ജീവൻദാസ് നാരായൺ, KCB ചെയർമാൻ MG ശിവശങ്കർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. SBTയുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാട് വഴി ഉപഭോക്താവിന്റെ ബിൽ തുക ഉടനടി വരവ് വയ്ക്കപ്പെടുന്നതാണ് ബിൽ പേയ്മെന്റ് സംവിധാനം. ഈ സജ്ജീകരണത്തിലൂടെ മറ്റു പ്രത്യേക ചാർജുകളൊന്നും കൂടാതെ തന്നെ ഉപഭോക്താക്കൾക്ക് പണം അടവ് നടത്താമെന്ന് SBT മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. രജിസ്ട്രേഡ് ഉപഭോക്താക്കൾക്ക് പവർ കട്ടിന്റെ സമയം വൈദ്യുതി ബോർഡിൽ നിന്ന് സന്ദേശമായി ലഭ്യമാക്കാനുള്ള സൗകര്യവും പുതിയ പദ്ധതിയിലുണ്ട്. പണമടവ് മുടക്കം മൂലം നാട്ടിലുള്ള ഭവനത്തിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമെന്ന ആശങ്കകളില്ലാതെ വിദേശത്തിരുന്ന് വൈദ്യുതി ബിൽ അടയ്ക്കാൻ പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമാകും ഈ സംവിധാനം.